തന്റെ ഇരകളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം ഇരയുടെ ആന്തരിക അവയവങ്ങൾ മുറിച്ച് രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു രീതിയായിരുന്നു റിച്ചാർഡ് ചെയ്സ് എന്ന സീരിയൽ കില്ലറുടേത്. 1950 മെയ് 23-ന് കാലിഫോർണിയയിലാണ് ഇയാൾ ജനിച്ചത്. റിച്ചാർഡിന്റെ കുട്ടിക്കാലം വളരെയധികം മാനസിക സമ്മർദ്ദം നിറഞ്ഞ ഒന്നായിരുന്നു. ഇതിന് പ്രധാന കാരണം താൻ കുട്ടിയായിരിക്കുമ്പോൾ തന്റെ അച്ഛനും അമ്മയും ഏത് സമയവും വഴക്കിടുമായിരുന്നു. റിച്ചാർഡിന്റെ പിതാവ് ഏത് സമയത്തും അതിക്രൂരമായി തന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിനാലൊക്കെ തന്നെ റിച്ചാർഡിന് തന്റെ കുട്ടിക്കാലം മുതൽ തന്നെ ചെറിയ രീതിയിൽ മാനസിക പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ദിവസങ്ങൾ കഴിയും തോറും റിച്ചാർഡിന്റെ സ്വഭാവത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കാണുവാൻ തുടങ്ങി. പലതരത്തിലുള്ള വസ്തുക്കൾ കത്തിക്കുക, മൃഗങ്ങളെ ഉപദ്രവിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് അവൻ ആനന്ദം കണ്ടെത്തുവാൻ തുടങ്ങി. ഇതുകൂടാതെ കിടക്കയിൽ മൂത്രമൊഴിക്കുന്ന ഒരു സ്വഭാവം കൂടി റിച്ചാർഡിന് കുട്ടിക്കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു. സാധനങ്ങൾ കത്തിക്കുക, മൃഗങ്ങളെ ഉപദ്രവിക്കുക, കിടക്കയിൽ മൂത്രമൊഴിക്കുക, ഈ 3 കാര്യങ്ങളും മെക്ഡൊണാൾഡ് ടയാർഡ് എന്ന രോഗത്തിന്റെ ലക്ഷണമാണെന്ന് പിന്നീട് ഡോക്ടർമാർ കണ്ടെത്തി. ഇത്തരത്തിലുള്ള സ്വഭാവ ഗുണമുള്ള കുട്ടികൾ ഭാവിയിൽ സീരിയൽ കില്ലറായി മാറുവാൻ സാധ്യത കൂടുതലാണെന്ന് പല പഠനങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ റിച്ചാർഡിനോടുള്ള വൈരാഗ്യം കാരണം റിച്ചാർഡിന്റെ അച്ഛൻ അയാളെ വീട്ടിൽ നിന്നും ഇറക്കിവിടുന്നു. വൈകാതെ തന്നെ ഒറ്റപ്പെട്ട റിച്ചാർഡ് പതിയെ മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും വഴുതി വീഴുന്നു. ഒറ്റപ്പെട്ട ജീവിതവും അമിതമായ ലഹരി ഉപയോഗവും കാരണം റിച്ചാർഡ് പതിയെ കൊലപാതകങ്ങളിലേക്ക് തിരിഞ്ഞു. ഇയാളുടെ ആദ്യ കൊലപാതകം നടക്കുന്നത് 1979-നാണ്. ആംബ്രസ് ഗ്രിഫിൻ എന്നു പേരുള്ള ഒരാളെ വെടിവെച്ച് കൊലപ്പെടുത്തി. രണ്ടാമത്തെ കൊലപാതകം തെരേസ ഫോലിൻ എന്നു പേരുള്ള ഒരു ഗർഭിണിയുടെ വീട്ടിൽ കയറി അവരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം അവരുടെ ആന്തരിക അവയവങ്ങൾ മുറിച്ച് അതിലെ രക്തം പാത്രത്തിൽ ഒഴിച്ച് അയാൾ കുടിക്കുകയാണ്. ഈ സംഭവത്തിനൊക്കെ ശേഷം 2 ദിവസം കഴിഞ്ഞ് എവലിൻ മറോത്ത് എന്ന സ്ത്രീയുടെ വീട്ടിൽ കയറി ഇത്തരത്തിൽ കൊലപാതകം നടത്തി രക്തം ഊറ്റി കുടിക്കുന്നു. ഇത്തരത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 6 പേരെയാണ് ഇയാൾ വകവരുത്തിയത്. പിന്നീട് ഫിംഗർ പ്രിന്റിന്റെ സഹായത്തോടെ പോലീസ് ഇയാളെ പിടികൂടുകയാണ്. ശേഷം അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാൾ താമസിക്കുന്ന റൂമിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ റൂമിനകത്തുള്ള ഫ്രിഡ്ജിൽ നിന്നും മനുഷ്യന്റെ ശരീരഭാഗങ്ങളും രക്തക്കുപ്പികളും കണ്ടെത്തി.